നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് ആൾക്കാർ ലൈക്ക് തരുന്നുണ്ട്, സബ്സ്ക്രൈബ് കൂടുന്നുണ്ട്. അതിന് നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നും അതേ സഹകരണം മുന്നിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ടും നമ്മൾ വീഡിയോയിലേക്ക് കടക്കുവാണ്. ഇന്നിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നിഫ്റ്റിയുടെ മൂവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 0.66%, അതായത് 150 പോയിൻറ്റിൻ്റെ മൂവാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒപ്പം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രാറ്റജി. സ്ഥിരമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, റിവേഴ്സൽ ട്രേഡുകൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ ആദ്യമേ നോക്കുന്നുണ്ടാവും. അതിനുശേഷം ട്രേഡിൽ നിരന്തരം പരാജയപ്പെടുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. 4-5 കാരണങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓവർ ട്രേഡിംഗ് ആണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചിരുന്നു. അതേപോലെ നെക്സ്റ്റ് കാരണം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ടാകും. പിന്നെ അവസാന ഭാഗത്തേക്ക് വന്നിട്ട് നിങ്ങൾ കുറച്ച് പേരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പോർഷനായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ട്രേഡിൽ എന്താണ് സംഭവിച്ചതെന്നൊന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്കറിയാം BPCL ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് കാണാം, ഇതൊരു സപ്പോർട്ട് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു, മുകളിലൊരു റെസിസ്റ്റൻസ് ലൈൻ മാർക്ക് ചെയ്തിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈല് അറിയാത്ത ആദ്യമായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മൾ സപ്പോസ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണെന്ന് കരുതുക. അതായത് 333.30 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രെൻഡ് ട്രേഡർ അല്ല, റിവേഴ്സൽ ട്രേഡറാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ട്രെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്, ട്രെൻഡ് ട്രേഡ് ചെയ്യത്തില്ല എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് നമ്മൾ താഴത്ത് ഇന്നലെ തന്നെ ഒരു സപ്പോർട്ട് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടാകും, അതേപോലെ റെസിസ്റ്റൻസ് കണ്ടെത്തി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ 1, 2, 3, 4 സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അത് മതിയാകും അടുത്ത ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാൻ. പിന്നെ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ സപ്പോസ് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു എങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുന്നത് തൊട്ട് താഴെയുള്ള സപ്പോർട്ടിൽ ഒരു ബൈ ഓർഡർ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇട്ട് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്കറ്റിലേക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് ജോലിയുള്ള ആൾക്കാരോ 9:15 കൃത്യമായിട്ട് അതിൻ്റെ മുന്നിൽ ഇരിക്കാൻ സമയമില്ലാത്ത തിരക്കുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ സമയം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഒഴിവാക്കാനുള്ളൊരു മാർഗ്ഗമാണ് സെറോദയിലെ അലർട്ട് ട്രിഗർ ഓർഡർ. സോ ദാറ്റ് നമ്മൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് അലർട്ട് ട്രിഗർ ഓർഡർ വെച്ചിട്ടാണ് നമ്മളുടെ ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ സാധാരണഗതിയിൽ കണ്ടുപിടിക്കാനിരിക്കുന്നത് വൈകിട്ട് 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്താണ്. ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ നാളത്തേക്കുള്ള ഓർഡറും കൂടെ ആ സമയത്ത് പ്ലേസ് ചെയ്ത് വെക്കും. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടാണ്, നമ്മൾ ഇവിടെ ഒരു ഓർഡർ ഇട്ട് വെക്കുന്നുണ്ടാകും. ഇനി നാളെ പ്രീ ഓപ്പൺ എവിടെയാണ് ഓപ്പൺ ആകുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെയുണ്ട്, ഇവിടെയും ഒരു ബൈ ഓർഡർ ഇട്ട് വയ്ക്കും. അപ്പോൾ സപ്പോർട്ടുകളിലെല്ലാം, അതായത് ഇന്നത്തെ ക്ലോസിങ് കഴിഞ്ഞിട്ട് വരുന്ന സപ്പോർട്ടുകളിലെല്ലാം നമ്മൾ ബൈ ഓർഡർ ഇട്ട് വയ്ക്കും. അതുപോലെ തന്നെ റെസിസ്റ്റൻസുകളിലെല്ലാം നമ്മൾ ഒരു സെൽ ഓർഡർ ഇട്ട് വയ്ക്കും. ബേസിക്കലി അതൊരു അലർട്ടായിട്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അലർട്ട് ട്രിഗർ ആകുമ്പോൾ എന്ത് ആക്ഷൻ നടക്കണം എന്നത് നമുക്ക് തീരുമാനിക്കാം. അതായത് സിമ്പിൾ അലർട്ട് വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം, അതല്ല അലർട്ട് ട്രിഗർ ഓർഡർ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. അങ്ങനെ ഒരു ഓർഡറും കൂടെ അതിന് ശേഷം നടക്കണമെന്ന് നമ്മൾ കൊടുത്തു വെച്ചാൽ, കണ്ടീഷനും വെച്ചാൽ, എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിന് ശേഷം, അതായത് കാലത്തെ 9:07 പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ 3-4 അലർട്ട് നമ്മൾ വെച്ചേക്കുന്നതിൽ ഏതെങ്കിലും 2 എണ്ണം. ഇവിടെയാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ നമ്മൾ താഴത്തേത് എനേബിൾ ചെയ്യും, ഒപ്പം മേളിലത്തേതും എനേബിൾ ചെയ്യും. അപ്പോൾ ഒരു ബൈയും ഒരു സെല്ലും നമ്മൾ എനേബിൾ ചെയ്യും. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം പോയി ഹിറ്റ് ചെയ്യുന്ന സെല്ലിലാണോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലാണോ, അതല്ലെങ്കിൽ ആദ്യം വന്ന് സപ്പോർട്ടിലാണോ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. സോ നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ റിവേഴ്സൽ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും നമുക്ക് എൻട്രി കിട്ടുന്നത്. അങ്ങനെ നമ്മളിവിടെ എൻട്രി എടുത്തു എന്ന് കരുതുക. പിന്നെ നമ്മുടെ ടാർഗറ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ 1:2 നമുക്ക് ടാർഗറ്റ് കിട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ
സെല്ലാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെൽ എൻട്രി ആക്ടിവേറ്റ് ആവും, നമുക്കവിടെ എൻട്രി കിട്ടും. പിന്നെ നമ്മൾ ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് അല്ലെങ്കിൽ 1:2 മിനിമം 1:2 എടുത്തുകൊണ്ടേ നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയ ഓർഡർ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത് ഈ സപ്പോർട്ടിന് തൊട്ട് മുകളിലാണ്. അവിടുന്ന് നിങ്ങൾക്ക് കാണാം താഴത്തേക്ക് വന്നു, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമുക്ക് എൻട്രി കിട്ടി. അപ്പോൾ ആ എൻട്രി കിട്ടിയത് നമുക്ക് സെറോദയിലൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നമുക്ക് കാണാം BPCL നമ്മൾ ഇത് ആ സമയത്ത് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതായത് BPCL ലെസ് ദാൻ ഈക്വൽ ടു 331.85 വന്നാൽ നമുക്ക് ഈ ഓർഡർ പ്ലേസ് ആവണം. അപ്പോൾ ഈ ഓർഡർ നമ്മൾ വെച്ചത് ക്വാണ്ടിറ്റിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഓർഡർ വെക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ ഓർഡർ അല്ലെങ്കിൽ ന്യൂ അലർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോയ്ക്കകത്താണ് നമ്മൾ നമ്മുടെ കണ്ടീഷൻസൊക്കെ കൊടുക്കേണ്ടത്. അത് നമുക്കിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പണായി വന്ന വിൻഡോയിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി BPCL ബൈ 331.85 പ്രൈസ് എത്തുമ്പോൾ ബൈ ചെയ്യണം. അപ്പം നമ്മളിവിടെ കണ്ടീഷൻ വെച്ച് കൊടുക്കുകയാണ്. ഇഫ് ലാസ്റ്റ് പ്രൈസ് ഓഫ് BPCL അത് NSEയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 331.85 ആണെങ്കിൽ നമ്മളിവിടെ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുന്നത് BPCL എന്നാണ് സെർച്ച് ചെയ്തത്, അതുകൊണ്ടാണ് BPCL ഇവിടെ നമ്മൾ ഓൾറെഡി ഓർഡർ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് സെർച്ച് ചെയ്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ബൈ അല്ലെങ്കിൽ സെല്ല്, അത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. BPCL എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ BPCL വന്നു. നിങ്ങൾക്ക് സെല്ലാണ് ചെയ്യേണ്ടതെങ്കിൽ സെല്ലിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ബൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ ബൈ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓർഡർ ഓൾറെഡി ഇട്ടത് ബൈയിലായിരുന്നു. സോ ബൈ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയാണ് എനിക്ക് വേണ്ടത്? അപ്പം 156 ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇട്ടത്. അതിനുള്ള കാരണം എൻ്റെ അക്കൗണ്ടിൽ ഏകദേശം 20,000 രൂപ 21,000 രൂപയിൽ താഴെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി എത്രയാണോ അത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഇതെൻ്റെ മണി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ല എങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ റിസ്ക് മാനേജ്മെൻറ്റ് മസ്റ്റാണ്. അപ്പോൾ ഇതൊരു മണി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. എത്ര ക്യാപിറ്റൽ അക്കൗണ്ടിലുണ്ടോ അതിൻ്റെ പകുതിക്ക് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കത്തുള്ളൂ. അങ്ങനെ 156 ക്വാണ്ടിറ്റിയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അത് നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ കവർ ഓർഡറായിട്ടാണ് ഈ ഓർഡർ ഇട്ടേക്കുന്നത്. കമൻറ്റിൽ ഒരാൾ ചോദിച്ചിരുന്നു കവർ ഓർഡർ സെറോദയിൽ ഇടാൻ പറ്റുമോ? പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കവർ ഓർഡറാണ് ഇട്ടിരുന്നത്. കവർ ഓർഡർ ഇടുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 156 ക്വാണ്ടിറ്റി ബൈയിങ് പ്രൈസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് 331.85 എത്തിയാൽ നമുക്ക് ആ സ്റ്റോക്ക് എൻട്രി ആകും. 156 ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഇത് കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അവിടെ ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആവണം. അപ്പോൾ നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. നമ്മളിവിടെ 330.20 സ്റ്റോപ്പ് ലോസ് വെച്ചു 0.5%. എന്നിട്ട് ഇത് ലിമിറ്റ് ഓർഡറാണ് നമ്മൾ ഇടുന്നത് ഓൾമോസ്റ്റ് ടൈം. അപ്പോൾ ലിമിറ്റ് ഓർഡർ നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ളതായതുകൊണ്ടാണ് മോഡിഫൈ കാണിക്കുന്നത്. ഇവിടെ ക്രിയേറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്, ഇല്ല സേവ് എന്നായിരിക്കും കാണുന്നത്. അത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വരും. അതിനുശേഷം ഇവിടെ നമ്മൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ അലർട്ട് ക്രിയേറ്റ് ആവും. ഇങ്ങനെയാണ് നമ്മൾ അലർട്ട് ട്രിഗർ ഓർഡർ സെറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അലർട്ട് ട്രിഗർ ഓർഡർ വേണ്ട, ഒള്ളി അലർട്ട് മാത്രം മതിയെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒള്ളി അലർട്ടായിട്ടത് മാറും. അപ്പോൾ അലർട്ട് ട്രിഗർ ഓർഡറാണ് വേണ്ടതെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ ഓർഡർ സേവ്ഡായിട്ട് കിടക്കും. അപ്പോൾ ഇത് നമ്മൾ എനേബിൾ ചെയ്ത് അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് പൊസിഷനിൽ വെക്കാം. ഓട്ടോമാറ്റിക്കലി വരുന്ന എനേബിൾഡ് പൊസിഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിനെ എനേബിൾ എന്ന് കാണിക്കുന്നത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡിസേബിൾ ചെയ്ത് വെക്കുന്നുണ്ടാവും. കാരണം നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന 4 ഓർഡേഴ്സ് നമ്മൾ ഒരുമിച്ച് സാധാരണഗതി ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പോഴത് എനേബിൾ ആവേണ്ട കാര്യമില്ല. നാളെ കാലത്ത് 9 മണിക്ക് കഴിഞ്ഞ് 9:07 പ്രീ ഓപ്പൺ ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ട് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് ആ ഓപ്പണിംഗ് പ്രൈസിൻ്റെ തൊട്ട് മുകളിലുള്ള സെല്ല് എനേബിൾ ചെയ്യും, തൊട്ട് താഴെയുള്ള ബൈ എനേബിൾ ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വൈഫിനെയും കുട്ടിയും സ്കൂളിൽ വിടാനുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ് 9:07 ആകുന്നത്. റോഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ 9:07 ഒരു അലാറം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊബൈൽ. അതടിച്ച സമയത്ത് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഈ 2 എണ്ണം
ഒരു ബൈയും ഒരു സെല്ലും നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചു. എനേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സ്കൂളിൽ ചെന്നു. കുട്ടിയെ ആദ്യം സ്കൂളിലാക്കി. അത് കഴിഞ്ഞ് വൈഫിനെയും കൊണ്ട് വൈഫിൻ്റെ സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് 9:15 മാർക്കറ്റ് ഓപ്പണായി. നമ്മുടെ ഓർഡർ ട്രിഗറായി. ഈ അലർട്ട് ട്രിഗറായി. ഈ അലർട്ട് ട്രിഗറാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അലർട്ട് മൊബൈലിൽ അടിക്കുന്നുണ്ടാകും. നമുക്കിവിടെ കാണാം 9:15 കഴിഞ്ഞ് 52ാമത്തെ സെക്കൻഡിൽ നമ്മുടെ ഓർഡർ ഫില്ലായി. അപ്പോൾ നമുക്ക് 156 ക്വാണ്ടിറ്റി കിട്ടി. നമ്മൾ ബൈ ചെയ്തു. അലർട്ട് വന്നു. അലർട്ട് വന്ന സമയത്താണ് വണ്ടി സൈഡാക്കിയിട്ട് വീണ്ടും നമ്മൾ ഈ വെച്ചേച്ച 2 ഓപ്പൺ ചെയ്തിട്ടേക്കുമായിരുന്നു. ഒരു സെല്ലും ഒരു ബൈയും നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സെൽ ബൈ എനേബിൾ ആക്കി നമുക്കത് ഓർഡർ കിട്ടി. സോ ദാറ്റ് നമ്മൾ വെച്ചേച്ച സെൽ ഓർഡർ നമ്മൾ അത് വെച്ചേച്ചത് ഇതാണ്. 335.20 നമ്മൾ സെൽ ഓർഡർ വെച്ചിരുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് 335.20 ഇതിന് നമ്മൾ ഡിസേബിൾ ചെയ്തു. ഇതിന് ഡിസേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും വൈഫിനെ കൊണ്ടുപോയി സ്കൂളിലാക്കി. തിരികെ വീട്ടിൽ വന്ന് കയറുന്ന സമയത്തൊക്കെ വൈഫിനെ സ്കൂളിൽ ഇറക്കിയതിന് ശേഷമാണ് ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്കിവിടെ ഇനി എൻട്രി എടുത്തു കഴിഞ്ഞാൽ 1:2 വരുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് 1:2 വരുന്നതെങ്കിൽ നമ്മൾ അറിയാൻ പറ്റണം. അപ്പോൾ അതിനൊരു അലർട്ട് വയ്ക്കണം. ആ അലർട്ടും കൂടെ വൈഫിനെ സ്കൂളിൽ ഇറക്കിയതിന് ശേഷം ഒരു അലർട്ട് ക്രിയേറ്റ് ചെയ്തു. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ അലർട്ട് ക്രിയേറ്റ് ചെയ്തത് എൻട്രിയൊക്കെ കിട്ടിയതിന് ശേഷം വൈഫിനെ സ്കൂളിൽ ഇറക്കിയതിന് ശേഷമാണ്. അതായത് നമ്മൾ 1:2 എത്തുമ്പോൾ അലർട്ട് അടിക്കണം. അപ്പോൾ 1:2 എന്ന് പറയുന്നത് 335.15 ആയിരുന്നു. സോ ദാറ്റ് 1:2 335.15 നമ്മൾ കണ്ടീഷന് സെറ്റ് ചെയ്തിട്ട് അലർട്ട് വെച്ചു. അപ്പോൾ ഇത് സിമ്പിൾ അലർട്ടാണ് വെച്ചിരുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഈ വെച്ചതൊക്കെ വിത്ത് ഓർഡറാണ്. അതാണ് അലർട്ട് ട്രിഗർ ഓർഡർ ATO എന്ന് എഴുതി കാണിച്ചേക്കുന്നത്. ഇത് വരുന്നത് സിമ്പിൾ അലർട്ട്. കാരണം അവിടെ മറ്റ് ആക്ഷനൊന്നുമില്ല. നമുക്ക് ആ സമയത്ത് എക്സിറ്റ് ചെയ്യണമെന്ന് തോന്നി എക്സിറ്റ് ചെയ്താൽ മതി. അലർട്ട് അറിയുമ്പോൾ നമുക്കറിയാം 1:2 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ഡോറ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ അലർട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ മൊബൈലിൽ നിന്ന് തന്നെ കയറിയിട്ട് അവിടെ മാനുവൽ എക്സിറ്റ് എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് മാനുവൽ എക്സിറ്റ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 9:31:55. അതായത് വൈഫിന് 9:15 കഴിഞ്ഞിട്ടാണ് അവിടെ സ്കൂളിൽ കൊണ്ട് ഇറക്കുന്നത്. തിരിച്ചിങ്ങോട്ടേക്ക് എത്തുന്ന സമയത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 9:31 നമ്മൾ മാനുവൽ എക്സിറ്റ് എടുത്തുകൊണ്ട് ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്തു. അങ്ങനെ നമുക്കിന്ന് 1:2 514 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിനി നമ്മുടെ ജേണൽ നോക്കാം. നിങ്ങൾ ജേണൽ എഴുതി തുടങ്ങിയിട്ടില്ല എങ്കിൽ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുണ്ട്. ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണ് ഒരു ജേണൽ കീപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ പൊസിഷൻ എന്താണ്, ഇന്ന് വരെ നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റണം. പ്ലസ് നമ്മൾ തുടങ്ങിയപ്പോഴെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഓരോ ദിവസങ്ങളിലും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ വരുത്തിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ നമുക്ക് ലാഭത്തിലേക്ക് നമ്മൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്. അപ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അതിൻ്റെ കാരണവും ഇപ്പോഴത്തെ നമ്മുടെ നിലവാരവും എല്ലാം നമുക്ക് അപ്പോഴും അറിയാൻ പറ്റണം. അതിനുവേണ്ടി ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ദാറ്റ് നിങ്ങൾ ജേണൽ എഴുതി തുടങ്ങിയിട്ടില്ല എങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങൾ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് ജേണൽ എഴുതി തുടങ്ങുന്നു അതിനുശേഷം മാത്രമേ ഒരു ട്രേഡർ വിജയത്തിലെത്താനുള്ള സാധ്യതയുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ നെറ്റ് ബ്രേക്ക് ഈവനിലായിരുന്നു, വലിയ പ്രോഫിറ്റിലൊന്നും ആയിരുന്നില്ല. എന്നാൽ നമുക്ക് 3 ദിവസം അടുപ്പിച്ച് ലോസ് കിട്ടിയിരുന്നു. നമ്മൾ പറഞ്ഞു നമ്മളൊരു റിവേഴ്സൽ ട്രേഡറാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളും ട്രെൻഡിങ് ഡേയ്സ് ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത അവിടുന്ന് കാര്യമായി പിന്നിലേക്കൊന്നും പോകാതെ 1 ഡയറക്ഷണൽ മൂവ് കൊടുക്കുകയായിരുന്നു. ഓപ്പണിങ്ങിന് ശേഷം നേരെ 1 ഡയറക്ഷണൽ ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു. സോ ദാറ്റ് നമുക്കവിടെ നല്ല എൻട്രികൾ കിട്ടുന്നില്ലായിരുന്നു. നമുക്ക് കണ്ടിന്യൂസ് ലോസ് അടിച്ചു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് കാണാം, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്നും അത് താഴത്തേക്കൊരു പുൾ ബാക്ക് വെച്ചിട്ട് ആ സപ്പോർട്ട് എടുത്തിട്ടാണ് പിന്നെ അത് റിവേഴ്സ് ചെയ്ത് മുന്നിലേക്ക് പോയത്. ഇന്ന് പോയേക്കുന്ന മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 1:3.9, അതായത് 1:4 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടാണ് അത് തിരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 1:2 മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. 1:3ഉം 4ഉം ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു വർഷത്തിന് ശേഷം മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായ കുറച്ച് കണക്കെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1:2 മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഉള്ള അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം നമ്മൾ മൊത്തം 17 ട്രേഡ് എടുത്തു. ഈ 17ൽ 10 ട്രേഡ് ലോസും
7 ട്രേഡ് മാത്രം പ്രോഫിറ്റും, അതായത് 41% വിൻ റേഷ്യോ മാത്രമേ നമുക്കുള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഒരു വർഷം മുഴുവനും നമ്മൾ പണം ബാങ്കിലിട്ടാൽ സീനിയർ സിറ്റിസൺ അല്ല എങ്കിൽ നമുക്ക് ഏകദേശം 6% ഇയർലി ഇൻട്രസ്റ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഈ ഒരു മാസം വെറും 7 ട്രേഡ് മാത്രം പ്രോഫിറ്റിലായിക്കൊണ്ട് 10 ട്രേഡ് കൂടുതൽ ട്രേഡ് ലോസിൽ പോയിട്ടും, അതായത് വിൻ റേഷ്യോ 40% ഉള്ളൂ എങ്കിൽ പോലും നമുക്കിവിടെ ഒരു വർഷം ബാങ്കിൽ കിടന്നാലുള്ളത് നമ്മളിവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6% കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് പക്ഷേ ഇതല്ല. 8.5% കിട്ടുവാണെങ്കിൽ അത് നമുക്ക് വളരെ മികച്ച ടാർഗറ്റാണ്. ബിക്കോസ് 1 ഇയർ ആവറേജ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് മന്ത്ലി 8.5 കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 100% മുകളിൽ റിട്ടേൺ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഈ കുറഞ്ഞ വിൻ റേഷ്യോയിലൂടെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, സംശയമൊന്നും വേണ്ട. കാരണം കഴിഞ്ഞ മാസം നമുക്ക് 48%, അതും എല്ലാ ദിവസവും 1:2 നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടുന്നുമില്ലായിരുന്നു. ചില ദിവസങ്ങളൊക്കെ 1:1 കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നമുക്ക് 6.29 കഴിഞ്ഞ മാസം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിന് മുന്നിലത്തെ മാസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 50% വിൻ റേഷ്യോ നമുക്ക് കിട്ടി. ഓൾമോസ്റ്റ് ദിവസങ്ങളിലൊക്കെ നമുക്ക് 1:2 റിസ്ക് റിവാർഡും കിട്ടിയത് കൊണ്ട് തന്നെ 20% പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഈ വർഷം ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 64 ദിവസമാണ് ഇപ്പോൾ ട്രേഡ് മൊത്തം എടുത്തിട്ടുള്ളത്. 28 ദിവസം പ്രോഫിറ്റും 36 ദിവസം ലോസും, അതായത് നെറ്റ് 44% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും ഈ വർഷം ഇതുവരെയുള്ള നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 22% ആണ്. ഇതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ജേണൽ എഴുതേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ഒറ്റ നോട്ടത്തിൽ നമുക്കിതുപോലെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ അവസ്ഥകളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ട്രേഡ് നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഓവർ ട്രേഡിംഗ് ആണ്. അതായത് ഒരു ദിവസം ഒരു ട്രേഡിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അതിനെപ്പറ്റി കൃത്യമായി നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി. ഇതിന് തൊട്ട് മുന്നിലത്തെ വീഡിയോ പൂർണ്ണമായും അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ കാര്യകാരണങ്ങളും വിത്ത് പ്രൂഫും നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കണ്ടിട്ടില്ല എങ്കിൽ കാണുന്നത് നല്ലതായിരിക്കും. ഇതിനകത്ത് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതാണ്. ഒരു ട്രേഡിൽ തോറ്റുപോകാനുള്ള ഏറ്റവും വലിയ കാരണമായി നമുക്ക് രണ്ടാമത് തോന്നുന്നത് ഒന്ന് ഓവർ ട്രേഡാണ്. രണ്ടാമത്തേത് വരുന്നത് ഒരു നിരന്തരം, അതായത് റിസ്ക് റിവാർഡ്. പലരും പറയാറുണ്ട്, പ്രത്യേകിച്ചും തുടക്കക്കാർ, നമുക്ക് റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് 1-2 ലോസ് കിട്ടിയ ദിവസത്തിന് ശേഷം ഒരു എൻട്രി എടുക്കുക എന്ന് കരുതുക. നിങ്ങൾ എൻട്രി എടുത്തു, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്, എന്നാൽ പെട്ടെന്നൊരു റെഡ് ക്യാൻഡിൽ വെച്ചു. റെഡ് ക്യാൻഡിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഭയം വരികയാണ്. ഈ ഭയം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 1:2 ആണ് നമുക്ക് വേണ്ടത്, അതിന് ഇവിടെ വരെ എത്തണം മാർക്കറ്റ്. പക്ഷേ നമ്മൾ അതിന് മുന്നേ തന്നെ പ്രോഫിറ്റാണ്, എന്നാൽ 1:2 നമ്മൾ എത്തിയിട്ടില്ല. ലോസ് വരുമെന്ന പേടിയിൽ ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്ത് പോകും. ഇത് തുടക്കകാലത്ത് ഞാൻ വളരെയധികം അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ഏതാണ്ട് ഒരു 3, 4, 5, 6 മാസം കണ്ടിന്യൂസ് നമുക്ക് ടാർഗറ്റ് എടുക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് മാനസികമായി നമ്മളെക്കൊണ്ട് അതിന് പറ്റുന്നില്ല. പ്രോഫിറ്റിലുള്ളപ്പോൾ എത്രയാണ് എന്ന് നോക്കാതെ മാർക്കറ്റ് നമുക്ക് എഗൻസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എക്സിറ്റ് എടുത്ത് പോകും. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ലോസ് പോകുമ്പോഴൊക്കെ നമ്മൾ 1 പോർഷൻ ലോസ് കൊടുക്കും. ടാർഗറ്റ് കിട്ടുമ്പോഴൊക്കെ ചിലപ്പോൾ 1:1 പോലും നമ്മൾ ടാർഗറ്റ് എടുക്കാതെ പോകും. ഇതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-20 ട്രേഡ് എടുത്താൽ നമ്മൾ മെജോറിറ്റി ട്രേഡ് ഒരുപക്ഷെ പ്രോഫിറ്റിലാണെങ്കിൽ പോലും നമ്മൾ നെറ്റ് ലോസിലാകാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് ഓവർ ട്രേഡിങ്ങിൻ്റെ പ്രശ്നവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ, അതായിരുന്നു ഒരവസ്ഥ. ഇനി ഈ ഒരു മാനസികാവസ്ഥയെ നമുക്ക് മറികടക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതായത് നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്നത് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടല്ലാതാവുക. അതർവൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളിവിടെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് യാതൊരുവിധ ഉറപ്പുമില്ല, നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തുനിന്ന് മാർക്കറ്റിന് താഴത്തേക്ക് വേണമെങ്കിലും പോകാം, മുകളിലേക്ക് വേണമെങ്കിലും പോകാം. അപ്പോൾ താഴത്തേക്ക് പോയാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എൻട്രി എടുത്തുനിന്ന് നമ്മുടെ കൺട്രോളിലുള്ള ഒരേ ഒരു കാര്യം എത്ര രൂപ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് ഒരു ചേഞ്ചും വരുത്താതിരിക്കുക എന്നുള്ളതാണ്.
അതായത് നമ്മൾ ഈ ട്രേഡ് എടുത്തേക്കുന്നത് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ നമ്മുടെ കൺട്രോളിലുള്ളത് സ്റ്റോപ്പ് ലോസ് മാത്രമാണ്. അതുകൊണ്ട് അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക. എന്നാണോ നിങ്ങൾ ഒരു ലോസ് എടുക്കാൻ തയ്യാറാകുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ള ധൈര്യം വരത്തുള്ളൂ. അതായത് ഈ ട്രേഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇത് പൊക്കോട്ടെ, ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പൊക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ 3:30 വരെ നിങ്ങൾക്ക് ഈ ട്രേഡുമായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും. നേരെ മറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ടാർഗറ്റിൽ എത്താതെ എക്സിറ്റ് ചെയ്യുന്നത്? തിരിച്ചു പോകുന്ന ലോസ് സംഭവിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ ഇരിക്കുന്നത് ആ ലോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ എന്ന് നിങ്ങൾ തയ്യാറാകുന്നു അന്ന് തൊട്ട് നിങ്ങൾക്ക് 3:30 വരെയോ 3 മണി വരെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങളിലേക്ക് എത്തും. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ട്രേഡുകൾ 1:2 നിങ്ങൾ വെക്കുന്ന ടാർഗറ്റ് ഏതാണോ അവിടം വരെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് അലർട്ട് വെച്ചിരുന്ന 1:2 അത് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എക്സിറ്റ് എടുത്തത്. ഇനി നമുക്ക് അന്നേരം പ്രോഫിറ്റ് കിട്ടിയില്ല എന്ന് കരുതുക, ഒരു 3 മണി വരെയായി, നമ്മുടെ പ്രോഫിറ്റിൽ ടാർഗറ്റിലേക്ക് എത്തിയിട്ടില്ല, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം, അതും 3 മണിക്ക് ശേഷം മാത്രമേ നമ്മൾ മാനുവൽ എക്സിറ്റ് എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ കൃത്യമായി, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തുടക്ക സമയത്ത്, കാരണം ശീലം ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒപ്പം തന്നെ 1-2 വർഷമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് ശീലങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ശീലം മാറ്റി കുറച്ച് നല്ല ശീലങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കെല്ലാവർക്കും. അപ്പോൾ നിരന്തര പരിശ്രമത്തിലൂടെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു പൈലറ്റ് റൺ നടത്തുന്നുണ്ട്, അതിനുശേഷം നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലൊക്കെ ഒരു നല്ല ശീലം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്, സ്ട്രാറ്റജി പഠിപ്പിക്കാനല്ല മറിച്ച് നല്ലൊരു ശീലം ബിൽഡ് ചെയ്ത് പ്രോഫിറ്റബിളായി മാറാനായിട്ടുള്ള ആ ഘടകങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളായി മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ട സഹായങ്ങൾ നമ്മൾ ആ സമയത്ത് ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് 1:2 1:3 1:4 ടാർഗറ്റ് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റും. ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ, നിങ്ങൾ ഈ ലോസ് കൊടുക്കാൻ മാനസികമായി തയ്യാറാകുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ടാർഗറ്റ് എടുക്കാനുള്ള ആ മെൻ്റൽ എബിലിറ്റി എത്തത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ രണ്ടാമത്തെ കാര്യം, അതായത് റിസ്ക് റിവാർഡ് കൃത്യമായി ഫോളോ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനിയുള്ളത് കുറച്ച് ഡൗട്ട് കാര്യങ്ങൾ ചോദിച്ചിരുന്ന ആൾക്കാരെയാണ്. അതായത് നമുക്ക് കവർ ഓർഡർ വെക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ കവർ ഓർഡർ നമുക്കിവിടെ വെക്കാൻ പറ്റും. സെറോദയിൽ കവർ ഓർഡർ വെക്കാൻ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ഓർഡർ ഇടാം, ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കുക, അതിനുശേഷം മാർക്കറ്റാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമുക്ക് മാർക്കറ്റ് പ്രൈസിലാണോ വിൽക്കേണ്ടത് അല്ലെങ്കിൽ ലിമിറ്റ് പ്രൈസിലാണോ അത് സെലക്ട് ചെയ്യുക. കവർ ഓർഡർ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് ലിമിറ്റ് പ്രൈസ് വെച്ച് കൊടുക്കുക, ഒപ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്രൈസും ഇവിടെ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് കവർ ഓർഡറായിട്ട് പ്ലേസ് ആയിക്കോളും. ഇനി ഇത് കവർ ഓർഡർ അല്ല നമുക്ക് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാം, സാധാരണ പോലെ റെഗുലർ ഓർഡറിലേക്ക് പോകാം. അതേപോലെ ബ്രാക്കറ്റ് ഓർഡർ കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസ് ഓൾറെഡി നമുക്കറിയാം, യൂട്യൂബിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ കവർ ഓർഡർ ഇവിടെ വെക്കാൻ പറ്റും. അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അലർട്ട് ട്രിഗർ ഓർഡർ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചിരുന്നു, അത് ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കവർ ഓർഡർ വെക്കാൻ പറ്റും. പിന്നെ ഒരു ആൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു, അത് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പറയാം. പിന്നെ ഉള്ളൊരു ഡൗട്ട് ചോദിച്ചു വെച്ചാൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അത് ഇൻഡിക്കേറ്റർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഓർഡർ ബ്ലോക്കും സപ്പോർട്ടും റെസിസ്റ്റൻസും എന്ന് ചോദിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും പറ്റുന്നതാണ്. അത് നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഇത് നമ്മൾ കാണുന്ന ട്രേഡിംഗ് വ്യൂ ആണ്. ട്രേഡിംഗ് വ്യൂവിൽ നമ്മളിവിടെ ഇൻഡിക്കേറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്തുനിന്ന് ഓർഡർ ബ്ലോക്ക് കാര്യങ്ങൾ ഇവിടെ എടുക്കാം. ഞാനിത് ഓൾറെഡി ഇവിടെ സേവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ഓർഡർ ബ്ലോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്താണ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്താൽ അത് വിസിബിളായി. ഓർഡർ ബ്ലോക്ക് ഇവിടെ നമുക്ക് കാണാം, ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തത് എൻട്രി ഇവിടുന്നായിരുന്നു, നമ്മൾ മാനുവലി ആണ് ഇത് കണ്ടുപിടിച്ചത്. സിസ്റ്റം കാണിച്ചു തന്ന ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ്. എക്സാക്ട്ലി അതിൽ ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് നമ്മളുടെ BPCയിൽ റിവേഴ്സ് ആയിട്ടുള്ളത്.
സോ ദാറ്റ് ഓർഡർ ബ്ലോക്ക് ഇത് കാണിച്ച് തരുന്നുണ്ട്. പക്ഷേ ഞാനത് മാനുവലി തന്നെയാണ് ചെയ്യാറുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതെടുത്ത് പ്ലേസ് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബ്രെയിൻ തന്നെ യൂസ് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നല്ല, പക്ഷേ നമ്മളിതെല്ലാം അറിഞ്ഞ് നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ഭംഗി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്